നമസ്കാരം. ഇന്ത്യൻ സേന അതിർത്തികളിൽ നേരിടുന്ന വെല്ലുവിളി വളരെ വലുതാണ്. ഇതിനെ നേരിടാനായി ഇന്ത്യൻ സേന കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ ഒന്നാം തരം തിരിച്ചടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഇതിനിടയിൽ, അതായത് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നിയന്ത്രണ രേഖകൾക്ക് സമീപം ഉറി ജലവൈദ്യുതി നിലയം ഡ്രോൺ അയച്ച് തകർത്ത് തരിപ്പണമാക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചത് നാം അടുത്ത ദിവസങ്ങൾ കണ്ടതാണ്. അതിർത്തികളിൽ ഡ്രോണുകൾ ഉയർത്തുന്ന ഭീഷണികളെ അതിജീവിക്കാനായി ഇന്ത്യ പുതിയൊരു ആയുധം പുറത്തിറക്കിയിരിക്കുകയാണ്. നമ്മുടെ സൈനികരെ, നമ്മുടെ അതിർത്തിയെ കാക്കാനായി പുതിയൊരു ആയുധം. ആകാശത്തിലൂടെ പറന്നു വരുന്ന ഭീഷണികളെ, അദൃശ്യമായ ശത്രുക്കളെ ഇല്ലാതാക്കാൻ പോകുന്ന ശക്തമായ ആയുധം. അതാണ് ഇന്ദ്രജാൽ റേഞ്ചർ. ഇനി എന്താണ് ഈ ഇന്ദ്രജാൽ റേഞ്ചർ എന്നറിയണ്ടേ? ഹൈദരാബാദ് ആസ്ഥാനമായ ഗ്രീൻ റോബോട്ടിക്സിന്റെ ഡ്രോൺ ഡിഫൻസ് വിഭാഗം പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച രാജ്യത്തെ ആദ്യ ആന്റി ഡ്രോൺ പട്രോൾ വെഹിക്കിൾ ആണിത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കരുത്തിൽ ചക്രങ്ങളിൽ കുതിക്കുന്ന ഒരു പ്രതിരോധ കോട്ട. അതിർത്തികൾ നിരന്തരമായി പട്രോളിംഗ് നടത്തിക്കൊണ്ട് ശത്രു ഡ്രോണുകളെ തിരയുവാനും കണ്ടെത്തുവാനും നശിപ്പിക്കുവാനും കഴിവുള്ള ഒരു സഞ്ചരിക്കുന്ന യുദ്ധോപകരണം. അതാണ് ഇന്ദ്രജാൽ. പാകിസ്ഥാനിൽ നിന്നുമുള്ള തീവ്രവാദ ലഹരി സംഘങ്ങൾ ഡ്രോണുകൾ ആയുധക്കടത്തിനും മയക്കുമരുന്ന് കടത്തിനും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് എന്ന BSFന്റെ റിപ്പോർട്ടുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ വർഷം മാത്രം 255 പാകിസ്ഥാൻ ഡ്രോണുകളെയാണ് അവർ നിർവീര്യമാക്കിയത്. സൈനിക പോസ്റ്റുകൾക്ക് നേരെയും VIP സുരക്ഷയിലും പൊതു പരിപാടികളിലും ഡ്രോണുകൾ ഉയർത്തുന്ന ഭീഷണി ചെറുതൊന്നുമല്ല. ഈ വിടവുകൾ നികത്താൻ ഒരു സ്ഥിരം പ്രതിരോധ സംവിധാനം ആവശ്യമായി വരികയായിരുന്നു. അവിടെയാണ് ഇന്ദ്രജാൽ റേഞ്ചർ ഒരു രക്ഷകനായി അവതരിക്കുന്നത്. ഇതിനെ ഇത്രയധികം ശക്തനാക്കുന്നത് എന്താണ് എന്നുകൂടെ അറിയണ്ടേ? അതിന്റെ തലച്ചോറ് ഗ്രീൻ റോബോട്ടിക്സിന്റെ സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ SkyOS ആണ്. അതെ, ഒരു AI തലച്ചോറ്. റഡാറുകളെ വെട്ടിച്ച് പറക്കുന്ന ഡ്രോണുകൾക്ക് ഇനി രക്ഷയില്ല. ഇന്ദ്രജാലിന് 4 കിലോമീറ്റർ ചുറ്റളവിലുള്ള ചെറുതും വലുതുമായ ഡ്രോണുകളെ കൃത്യമായി കണ്ടെത്താൻ കഴിയും. മനുഷ്യന്റെ ഇടപെടലില്ലാതെ തന്നെ ഡ്രോണുകളെ തിരിച്ചറിയാനും ട്രാക്ക് ചെയ്യുവാനും നശിപ്പിക്കുവാനും തീരുമാനം എടുക്കുവാനും കഴിയുന്ന AI സംവിധാനമാണത്. നമ്മുടെ സൈനികരുടെ ജീവൻ കാത്ത് മിന്നൽ വേഗത്തിൽ മറുപടി നൽകാൻ ഇന്ദ്രജാലിന് സാധിക്കും. ഡ്രോണിന്റെ റേഡിയോ ഫ്രീക്വൻസി സിഗ്നലുകൾ തടസ്സപ്പെടുത്തി അതിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുത്തും. ഡ്രോണിന് ലഭിക്കുന്ന GPS കൃത്രിമം കാണിച്ച് അതിനെ ദിശ തെറ്റിച്ച് വിട്ട് വഴിയിൽ ഉപേക്ഷിക്കും. ഏറ്റവും അപകടകാരികളായ ഡ്രോണുകളെ വെടിയുതിർത്ത് നിലം പരിശാക്കാനുള്ള സംവിധാനവും ഇതിലൊരുക്കിയിട്ടുണ്ട്. റോഡുകളിലൂടെ സൈന്യം യാത്ര ചെയ്യുമ്പോൾ മുകളിലൂടെയുള്ള ഡ്രോൺ നീക്കങ്ങളെ തടഞ്ഞ് സുരക്ഷ ഉറപ്പാക്കും. രാഷ്ട്ര നേതാക്കളുടെയും പ്രമുഖ വ്യക്തികളുടെയും സുരക്ഷയ്ക്ക് ഇത് ഒരു അദൃശ്യ കവചം തീർക്കും. സ്റ്റേഡിയങ്ങളിലും റാലികളിലും പുതിയ കാലത്തെ ഡ്രോണുകൾ ഉയർത്തുന്ന ഭീഷണിയെ പ്രതിരോധിക്കാൻ ഇത് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഇന്ത്യൻ സൈന്യത്തിനും മാത്രമല്ല, നമ്മുടെ സുരക്ഷാ ഏജൻസികൾക്കും ഇതൊരു വലിയ മുതൽക്കൂട്ടാകും. ഇന്ദ്രജാൽ റേഞ്ചർ ഒരു വാഹനം മാത്രമല്ല, ഇത് വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് കുതിക്കുന്ന പുതിയ ഇന്ത്യയുടെ പ്രതിരോധത്തിന്റെ ദൃഢനിശ്ചയം കൂടിയാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച